ഇഡിക്ക് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി CBI. ഇഡിയുടെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അറസ്റ്റ് നടപടികൾ CBI പൂർത്തിയാക്കും. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, ഇഡിക്ക് പിന്നാലെ CBIയും അപ്പോൾ കെജ്രിവാളിന് തുടർച്ചയായി ജയിൽ അല്ലെങ്കിൽ കസ്റ്റഡി അങ്ങനെയൊക്കെ കാര്യങ്ങൾ നീളുമെന്നാണോ കരുതേണ്ടത്? അങ്ങനെയെങ്കിൽ ആപ്പിന് അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് പുതിയ ആളെ കണ്ടെത്താൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും വേണു, നിലവിലുള്ള സാഹചര്യത്തിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അരവിന്ദ് കെജ്രിവാളിന്റെ എതിരായിട്ടുള്ള കേസുകളുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിനെ സ്ഥിരീകരിക്കുന്ന വിധത്തിലായിരുന്നു തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ CBIയുടെ അഭിഭാഷകൻ സ്വീകരിച്ച നിലപാട്. അഭിഭാഷകൻ കോടതി അറിയിച്ചത് ഒരു ഹൈ പ്രൊഫൈൽ അറസ്റ്റ് ഉടൻ നടക്കും എന്നുള്ളതാണ്. വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റ് അനിവാര്യമാണ്. മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ നിലപാട് അറിയിച്ചത്. ആ ഹൈ പ്രൊഫൈൽ അറസ്റ്റ്, വ്യത്യസ്ത കേസുകൾക്ക് ആവശ്യമുള്ള ഹൈ പ്രൊഫൈൽ അറസ്റ്റ്, അതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെത് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് പിന്നാലെയായിട്ടാണ് ഈ ED നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക്, EDയുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാനും ഉള്ള നീക്കങ്ങൾ CBI ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് റോസ് അവന്യൂ കോടതിയിൽ CBI ഒരു അപേക്ഷ നൽകും. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും അരവിന്ദ് കെജ്രിവാളിനെ പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി തങ്ങളുടെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനായി CBI പോകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ആലോചനയാണ് ഇന്ന് അടക്കമുള്ള ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത്. അവർ ED ഓഫീസിലെത്തി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.